ഈ ഇന്ത്യ ഇങ്ങനെ ഇന്ത്യയായി എന്ന് കൂടി നമ്മൾ അറിയണം. ചിലർ പറയാറുണ്ട് അത്തരത്തിൽ ഒരു സ്വാധീനവും ക്രൈസ്തവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ കേരളത്തെയാകട്ടെ ഇന്ത്യയാകട്ടെ നവോത്ഥാനത്തിലേക്ക് നയിച്ചതിന്റെ ആദ്യഘട്ടം അത് ക്രിസ്ത്യൻ മിഷണറിമാരുടേതാണ്. ക്രിസ്ത്യൻ മിഷണറിമാരാണ് അടിമക്കച്ചവടം നിർത്തലാക്കിയത്. നെയ്യാറ്റിൻകരയിൽ അടക്കമുള്ള തെക്കൻ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ മാറുമറയ്ക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി അവർ സമരം നടത്തിയത്. ചാന്നാർ ലഹളയെന്നും മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്ന ആ സമര കാഹളം ഉയർത്തിവിട്ടത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പരിവർത്തനപ്പെട്ട് ആ മാറുമറയ്ക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ആ വിശ്വാസം സമൂഹത്തിന്റെ ഇതര ചിന്താധാരകളിലേക്ക് അവർ ഉയർത്തിവിട്ടു. ബെഞ്ചമിൻ ബെയ്ലിയെ പോലുള്ളവർ, ഹെർമൻ ഗുണ്ടർട്ടിനെ പോലുള്ളവർ, കോട്ടയത്തിന്റെ മണ്ണിൽ വീരഗാഥ രചിച്ചവർ, പശ്ചിമോദയം പോലുള്ള രാജ്യസമാചാരം പോലുള്ള പത്രമച്ചടിച്ച് മലയാളികളെ പത്രം വായിക്കാൻ പഠിപ്പിച്ച വായനയുടെ സംസ്കാരം ഉണ്ടാക്കിയെടുത്ത ഹെർമൻ ഗുണ്ടർ ഉയർന്ന ജാതിക്കാർക്കും താഴ്ന്ന ജാതിക്കാർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കുവാൻ അവസരമുണ്ടാക്കിയ, എന്തിനേറെ പറയുന്നു, നമ്മുടെ കോട്ടയത്ത് CMS കോളേജൊക്കെ ബെഞ്ചമിൻ ബെയ്ലി ഉണ്ടാക്കിയ സ്കൂളിന്റെ ഇപ്പോഴത്തെ രൂപമാണ് നമ്മൾ തിരിച്ചറിയണം. പാലക്കാടുള്ള വിക്ടോറിയ കോളേജ് ഒരു ക്രിസ്ത്യൻ മിഷണറി ഉണ്ടാക്കിയതാണ്. നാഗർകോവിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ മിഷണറികളാണ് സ്കൂളുകൾ ഉണ്ടാക്കിയത്. ജാതി വേർതിരിവുകളില്ലാതെ പഠിക്കാൻ അവസരം കൊടുത്തത്. ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുവാൻ ഇവിടെ വന്ന ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെയുള്ള ജനതയെ പഠിപ്പിച്ചിട്ടുണ്ട്.